എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇഞ്ചിപ്പുളി എന്നും പറയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കുന്നത് തന്നെ ആയിരിക്കാം. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല സൂപ്പർ ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെ ആവാറായല്ലോ. അപ്പോൾ നമുക്ക് സദ്യയിലെ ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഇത്തവണ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇഞ്ചിപ്പുളി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇഞ്ചിയാണ്. അപ്പോൾ നിങ്ങൾ നാടൻ ഇഞ്ചിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 100-150 ഗ്രാമൊക്കെ എടുത്താലും മതിയാവും. അതാകുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും ഇഞ്ചിക്ക് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കുക. അതിന് ശേഷം സ്റ്റൗവ് ഓണാക്കിയിട്ട് ഒരു പാനിൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്താൽ നല്ല കുനുകുനാന്ന് കിട്ടും. നല്ല പൊടിയായിട്ട് നമുക്ക് ഇഞ്ചി അരിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഈ ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് ഇഞ്ചിയുടെ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിക്കറി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 3 നല്ല എരിവുള്ള പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഇത് നല്ലൊരു ഗോൾഡൻ കളറാവും. അതേപോലെ ഒരു കിലികില സൗണ്ട് പോലെയൊക്കെ കേൾക്കും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് അത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളി അനുസരിച്ചിട്ട് വേണം പുളി ചേർക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ആ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് വെള്ളം വറ്റി കിട്ടും. പക്ഷേ ആ പുളിയുടെ ഒരു പച്ച കുത്തുണ്ടാവും, അത് മാറിക്കിട്ടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ലോ ടു മീഡിയത്തിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഏകദേശം നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു ലോ ടു മീഡിയത്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കട്ട ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മധുരത്തിൻ്റെ അളവും നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ശർക്കരയുടെ പാനി ഇതിനകത്തേക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് നല്ല പാകത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ വാട്ടറി ആയിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വല്ലാതെ അങ്ങോട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇലയിലൊക്കെ വിളമ്പുന്ന സമയത്ത് അത് ഒഴിക്കുമ്പോൾ അതിനകത്ത് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് കുറുക്കിയാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. കണ്ടില്ലേ,
നമ്മൾ ഒഴിച്ച ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി ഏകദേശം ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതിപ്പോൾ വല്ലാതെ അങ്ങോട്ട് വറ്റി പോയിട്ടില്ല, ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കാരണം ഇത് ഇരിക്കുന്തോറും കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്ത് വന്നതിന് ശേഷം നോക്കാം. അപ്പോൾ അതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയി ഇതാ കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സദ്യയിലെ അടിപൊളിയായിട്ടുള്ള ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത്തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ സദ്യയ്ക്ക് ഒരു 3-4 ദിവസം മുന്നേക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സദ്യയുടെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ആ എരിവും പുളിയും എല്ലാവരും പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്